ഞാനേ ഒരു പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞു. ആ പാരൻസ് മീറ്റിങ്ങിൽ അത്യാവശ്യം പാരൻസ് ഉള്ള ഒരു പാരൻസ് മീറ്റിംഗ് തന്നെ ആയിരുന്നു. അപ്പോൾ ആ പാരൻസ് മീറ്റിങ്ങിൽ ഞാൻ പ്രധാന പ്രശ്നം ചോദിച്ചപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു. സോഷ്യൽ കുട്ടികൾക്ക് ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് ഇങ്ങോട്ട് മുഴുവനായിട്ട് എഴുതി കഴിയുമ്പോഴേക്കും അവർക്കൊന്നാമത് എന്ത് ചെയ്യുന്നുണ്ട്, അതങ്ങോട്ട് എത്തിക്കിട്ടുന്നത്. അതായത് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ അവർക്കതൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്നാലൊരു 3.5 അല്ലെങ്കിൽ 4.5 മാർക്കിലൊക്കെ നിന്ന് പോകുന്നുണ്ട്. അതിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ 1/2 മാർക്ക് 1 മാർക്കൊക്കെ പോയിട്ട് അവർക്ക് 80 മാർക്കിൻ്റെയിലൊക്കെ നന്നായിട്ട് പഠിച്ചവരാണ് ഒരു 65 മാർക്കിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ 60 മാർക്കിൽ നിന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു പോം വഴി എന്ന് ആ പാരൻസ് മീറ്റിങ്ങിൽ ഒട്ടുമിക്ക പാരൻസ് എന്നോട് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മക്കളെ, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ പോയിൻ്റ് വൈസ് ആയിട്ട് എങ്ങനെയാണ് ഈ മാർക്ക് കിട്ടാന്ന് നോക്കുമ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുത്തിട്ട്, അതായത് ടെക്സ്റ്റ് ബുക്ക് വാരി വലിച്ചങ്ങോട്ട് എഴുതാതെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻ്റ് അങ്ങോട്ട് എടുക്കാം. അതായത് ഒരു ഹെഡിങ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ കേസാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 10ാം ക്ലാസ്സിൻ്റെ കേസാണെങ്കിൽ നമുക്ക് സമുദ്ര പരിവേഷണം ആ കാര്യങ്ങൾ വരെ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര പരിവേഷണം അല്ലേ നമ്മൾ പറഞ്ഞ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ ആ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കൊളോണിയലിസം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായിക വിപ്ലവം ഇതെടുത്തു നോക്കിയിട്ട് അതിലെന്തൊക്കെ പോയിന്റുകളാണ്, ആദ്യം നമ്മൾ ആ പോയിന്റുകൾ കൃത്യമായിട്ട് ഒരു ലെക്ചർ നോട്ടാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലേക്ക് നോട്ട് ഉണ്ടായിരിക്കും, നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടാവും. ഇനി സ്കൂളത്തെ ടീച്ചേഴ്സിനോട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും അവർ പറയുന്നത്, ഇത് മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ നിന്ന് എഴുതിക്കോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അവരോട് പറയാം, മിസ്സേ ഇതിൻ്റെ പോയിന്റ് വൈസ് ഞങ്ങൾക്കൊന്ന് അടയാളപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് പോയിട്ട് എഴുതിയാൽ പോരെ. ചില ടീച്ചേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊക്കെ ചെറുപ്പത്തിലെ കിട്ടിയ ഒരു സംഭവമാണ്, ഇവിടുന്ന് എന്തായിരിക്കും ഒരു ബ്രാക്കറ്റ് ഇട്ടരും, ഇവിടുന്ന് ഒരു ബ്രാക്കറ്റ് ഇട്ടരും. അതായത് വലിയൊരു പാരഗ്രാഫ്, ഇതിൻ്റെ ഉള്ളിൽ കുറേ വേണ്ടാത്ത പോയിന്റ്സുകളോ, അവിടെ ബ്രാക്കറ്റ് ഇവിടെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ എഴുതണമെന്ന്. എന്നിട്ട് എഴുതി ഒരുപാട് സമയം പോകും. അപ്പോൾ വീട്ടിൽ വിചാരിക്കും നമ്മൾ പഠിക്കുകയാണെന്ന്, ശരിക്കും പഠിക്കുകയല്ല, പക്ഷെ പഠിക്കാനുള്ള സമയം കൂടി നമ്മളിത് അവിടെ വേസ്റ്റ് ആവാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മെത്തേഡ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, റീഡ് ചെയ്യുക. ഒരു ചാപ്റ്റർ, ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഏത് ടോപ്പിക്കാണെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ കാര്യം, കാരണം ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്കാണ് ഈ 80ൻ്റെ അടുത്തേക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് 8ാം ക്ലാസ്സിലെ പിള്ളേരാണെങ്കിൽ 40ൻ്റെ അടുത്തേക്ക് എത്തുന്നത് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചവർക്കാണ്. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മെത്തേഡ്. ആ റീഡ് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ ഒരു ന്യൂസ് പ്രിൻ്റ് എടുക്കുക. ന്യൂസ് പ്രിൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ന്യൂസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ പഴയ നോട്ട്ബുക്കൊക്കെ ആയാലും മതി, ഏതെങ്കിലും റഫ് നോട്ട് മതി, അതായത് പുതിയതൊന്നും വാങ്ങേണ്ടതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നിങ്ങൾ ഒരു ഹെഡിങ് സെറ്റാക്കാം. എപ്പോഴും എന്തുണ്ടായിരിക്കുക, ഒരു ഹെഡിങ്, എല്ലാത്തിനും ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഹെഡിങ്. ആ ഹെഡിങ് സെറ്റാക്കിയിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് വായിച്ചില്ലേ, ടോപ്പിക്ക് നന്നായിട്ട് വായിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായിക വിപ്ലവം തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, യെസ്, വ്യവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ റവല്യൂഷൻ തന്നെയാണ് നടന്നത്, അല്ലെങ്കിൽ ഒരു തുണി വ്യവസായത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതൊരു എക്സാമ്പിൾ. അപ്പോൾ ഒരു പോയിന്റ് ആയി അവിടെ. എന്നിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ ഹെഡിങ്ങിൻ്റെ താഴെ എന്ത് ചെയ്യുക, ഓരോ ഈച്ച് പോയിന്റ്സുകൾ നിങ്ങളിങ്ങനെ എഴുതാം. എന്നിട്ട് നിങ്ങൾ ആ പോയിന്റ്സുകൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞ ശേഷം ഒന്ന് ആ പോയിന്റ്സ് വെക്കുക, അടുത്ത് ടെക്സ്റ്റ് ബുക്കും വെക്കുക. ഏതൊക്കെ പോയിന്റ്സുകൾ നിങ്ങൾ എഴുതിയതിലുണ്ട്, ഏതൊക്കെ പോയിന്റ്സ് എഴുതാതെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അതെന്തുകൊണ്ട് എഴുതാൻ പറ്റില്ല, ഒന്നും കൂടി റീഡ് ചെയ്യുക. ഒന്നും കൂടി റീഡ് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് ഏതൊക്കെ പോയിന്റുകൾ മിസ്സാവുന്നുണ്ടോ, ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യലിനോട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഒരു കിടന്നിട്ട്, അതായത് ഉറക്കം വരുന്ന വിഷയമെന്ന് ഓൾറെഡി അറിയാലോ, കഥ വായിക്കുന്ന പോലെ വായിക്കണം. അപ്പം ഇങ്ങനെ കഥ വായിക്കുന്ന പോലെ വായിക്കരുത് എന്നാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ കട്ടിൽമേൽ ഇങ്ങനെ കാലിങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന് വായിക്കും, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോകാൻ തോന്നും. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ മാത്സോ ഫിസിക്സോ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതി പഠിക്കാനുണ്ടാവും, നമ്മളിങ്ങനെ ശരീരം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് വായിക്കലും ഇങ്ങനെ ഇതാക്കാതെ സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കി. ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഒന്ന് കമൻറ്റ് ചെയ്യും, എന്നിട്ട് ആ ചാപ്റ്ററിൽ നിങ്ങളിതൊന്ന് പ്രയോഗിക്കും. എന്നിട്ട് ഒരു മാറ്റമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ, എൻ്റെ അക്കൗണ്ടാണ് ഈ SP_സഹദ് എന്ന് പറയുന്നത്, ഇതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഇതെൻ്റെ സൂപ്പർ മാഷ്
ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, 2 അക്കൗണ്ട് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിൽ നിങ്ങൾ മെസ്സേജ് അയക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ SS നമ്മൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നിങ്ങളെ അടിപൊളിയാക്കി തരും, സൂപ്പറാക്കി തരും. സൂപ്പർ മാഷിൻ്റെ കുട്ടികളെ സൂപ്പറാക്കാതെ വേറെ എവിടേക്ക് പോകാനാണ്? താങ്ക് യു.